ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയുടെ മിന്നും പ്രകടനമാണ് ഫ്രഞ്ച് പടയോട്ടത്തിന് പിന്നിൽ. സ്വീഡനെതിരെയും താരമായത് എംബാപ്പയാണ്. എംബാപ്പയുടെ പ്രകടനങ്ങളൊന്ന് വളരെ പെട്ടെന്ന് ഇന്ന് രാവിലത്തെ പ്രകടനം നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ആകെ 85 മിനിറ്റ് സമയമാണ് അദ്ദേഹം ഗ്രൗണ്ടിലുണ്ടായിരുന്നത്, കളത്തിലുണ്ടായിരുന്നത്. 2 ഗോൾ നേടി. ടോട്ടൽ ആകെ ഷോട്ടുകൾ 5 എണ്ണമായിരുന്നു. അതിൽ 4 എണ്ണം ഓൺ ടാർഗറ്റാണ് എന്നതും പ്രത്യേകതയാണ്. സ്വീഡിഷ് പ്രതിരോധക്കോട്ട പൊളിച്ച ലോകകപ്പിൽ ഫ്രഞ്ച് പടയോട്ടം. സ്വീഡിഷ് ആക്രമണത്തോടെ തുടങ്ങിയ മത്സരം. എന്നാൽ 15-ാം മിനിറ്റ് മുതൽ ഫ്രാൻസിന്റെ മുന്നേറ്റം തുടങ്ങി. നിരന്തര ശ്രമങ്ങൾക്കൊടുവിൽ 45-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയിലൂടെ ലീഡ്. രണ്ടാം പകുതി തുടങ്ങി ഏറെ വൈകാതെ 53-ാം മിനിറ്റിൽ ഒലിസെ നൽകിയ പന്ത് കൃത്യമായി വലയിലെത്തിച്ച ബാർക്കോള ലീഡ് ഉയർത്തി. വീണ്ടും ഒലിസയുടെ അസിസ്റ്റ്. 74-ാം മിനിറ്റിൽ എംബാപ്പയുടെ ഡബിൾ. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളിന് വഴിയൊരുക്കിയെന്ന റെക്കോർഡ് ഒലിസയുടെ പേരിൽ. ഇരട്ട ഗോൾ നേട്ടത്തോടെ ഈ ലോകകപ്പിലെ ഗോൾ നേട്ടം 6 എംബാപ്പെ മെസ്സിക്കൊപ്പം. ലോകകപ്പിൽ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ മിറോസ്ലാവ് ക്ലോസയെ മറികടന്ന 18 ഗോളുമായി 2ാം സ്ഥാനത്ത്. ആധികാരിക ജയത്തോടെ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ പരാഗ്വേയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.